മമ്മി ബിസ്ക്കറ്റും പാലും എടുത്തു വെക്കാൻ പോവാ. ബഹളം ഉണ്ടാക്കാതെ ഇരുന്ന് കണ്ടോണം. കുസൃതി കാണിച്ചാ അറിയാലോ. ഇവരെ ഉപദ്രവിക്കരുത്. മര്യാദക്ക് ഇരുന്നോണം. ബോംബെയിൽ വെച്ച് ഡഗ്ലസിന്റെ അടുത്ത് കാണിച്ച തെമ്മാടിത്തനം എന്റെ അടുത്ത് കാണിച്ചാലുണ്ടല്ലോ. ആരാത്? ഞാനോ? ഞാനെന്ന് വെച്ചാ ആന്റി, ഞാൻ ജോസി, ജോസി പെരേര. ജോസി പെരേര? ആന്റി, ഞാൻ ഇവിടെ താമസിക്കുന്ന പെരേര. നാൻസി's brother. Who is this fellow? ഇതെന്റെ ഫ്രണ്ടാ ബെന്നി. What happened? ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞോ? ഏയ്, കടിപിടി കുടിക്കാണല്ലേ? അല്ല, വീണ് മുറിഞ്ഞത് ആന്റി. ഓ, ഡിസ്പെൻസറി കിടത്ത്. പെയിൻ എങ്ങനെയുണ്ട്? ഇത് തന്റെ വീടാണോ? അല്ല, പെങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ ഒന്ന് താമസിക്കുക. ഇവര് തന്റെ ആരാ? എന്റെ മമ്മിയുടെ ഒരു ഫ്രണ്ടാ, മാർഗരറ്റ്. മാഗി ആന്റി എന്നാ ഞങ്ങൾ വിളിക്കുന്നത്. ഹസ്ബൻഡ് മരിച്ചുപോയി, മക്കളില്ല. അവരുടെ മക്കളെന്ന് പറയുന്നത് ഇവിടെയുള്ള പട്ടികളും പൂച്ചകളും ഒക്കെയാ. കാലം നേരെ വെക്ക്. ഹാർട്ടും ലങ്സും എങ്ങനെയുണ്ടെന്ന് നോക്കിയതാ. പേടിക്കാനില്ല. വെരി സ്ട്രോങ്. അയ്യോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആന്റി 25 വർഷത്തെ സർവീസുള്ള മൃഗ ഡോക്ടറാ. താങ്ക് യു. നോർമലാണ്. ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. ഈ സോൾഡേറ്റോ ഞാൻ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് തരാം. അത് മുടങ്ങാതെ കഴിക്കണം. എത്ര രൂപയാവും? മെഡിക്കൽ സ്റ്റോർ ചോദിച്ചാൽ മതി. താങ്ക് യു. മിസ്റ്റർ അനന്തകൃഷ്ണൻ, ഞാൻ നിങ്ങൾക്ക് ചിലരുടെ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു തരാം. അതിലാരാണ് നിങ്ങളുടെ പണം തട്ടിക്കൊണ്ടു പോയത് എന്ന് പറയണം. ഇയാളല്ലേ? ഒന്നോർത്ത് നോക്ക്. ഇയാളല്ല, പക്ഷെ ഇയാൾ ബാങ്കിൽ ഉണ്ടായിരുന്നു. പിടിവിലി നടക്കുന്ന സമയത്ത് ഇയാളാണ് ആദ്യം ഓടിയെത്തിയത്. ഓക്കെ, തട്ടിപ്പറിച്ച ആളിനെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാനൊക്കെ ഒക്കുമോന്നോ? ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാലും ഞാൻ ഇവനെ തിരിച്ചറിയും. ആളെ കണ്ടാലെങ്ങനെ? കണ്ടാലേ അറിയാം അവനൊരു കള്ളനാണെന്ന്. ചുരുണ്ട മുടിയും ഉണ്ട കണ്ണും. എന്ത് പ്രായം തോന്നിക്കും? എന്ത് പ്രായം തോന്നിക്കും? ഒരു 25 വയസ്സിനപ്പുറത്തുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ തൽക്കാലം റെസ്റ്റ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണേണ്ടി വരും. കൃഷ്ണൻ, നിങ്ങൾ നാളെ അത്യാവശ്യമായി ഓഫീസ് വരെ വരണം. എനിക്ക് കോൺഫിഡൻഷ്യലായി ചിലത് സംസാരിക്കാനുണ്ട്. സോറി സർ, കാശ് തട്ടിപ്പറിക്കുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ സമയത്ത് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. നമുക്ക് ഓഫീസിൽ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം. രക്ഷിക്കണേ. നിന്നെ അല്ലടി എന്നെ. ആ പണം തട്ടിപ്പറിച്ചവന്റെ പേഴ്സിൽ നിന്നും കിട്ടിയ ഫോട്ടോയിലെ പെൺകുട്ടിയെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറിനകം. പ്ലീസ്, ഈ 24 മണിക്കൂറിന്റെ കണക്ക് ഇനിയെങ്കിലും നിർത്താമോ? താങ്കൾ ഒന്ന് മനസ്സിലാക്കണം, പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ അത്യാവശ്യത്തിന് സ്റ്റാർട്ടാകുന്ന ഒരു ജീപ്പ് പോലും ഞങ്ങൾക്കില്ല. ഇതൊക്കെയാണെങ്കിലും ഞാൻ ഉറപ്പു തരുന്നു, ആ പെൺകുട്ടിയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഏറെ താമസിയാതെ തന്നെ ഞങ്ങൾ അവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. കള്ളക്കടത്തുകാരനും കൊലപാതകയുമായ ഒരു കാട്ടുകള്ളനെ പിടിക്കാൻ പോലീസ് ഫോഴ്സിന് ഇത്രയും പാടുപെടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷെയിം. മിലിറ്ററി ആയിരുന്നെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഇവന്റെ ഒക്കെ ഉണ്ടല്ലോ ഗ്രാൻഡ് പപ്പായ വരെ തൂക്കിയെടുത്തിരിക്കും. അത് ശരി. അത് പോട്ടെ, പട്ടാപ്പകൽ അതും പോലീസിന്റെ മൂക്കിന് താഴെ കൂടെ 5 ലക്ഷം തട്ടിക്കൊണ്ട് ഓടിയിട്ട് അവനെ പിടിക്കാൻ പോലും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ. പാൻസും ബനിയനും അയൺ ചെയ്ത് അൽമാരയിലുണ്ട്. ഓക്കെ. പിന്നെ മരുന്ന് കഴിക്കാൻ മറക്കരുത്. ബട്ട് നീ ഇന്നും ലേറ്റായി. Now time is 9:40. സോറി പപ്പാ. ഇവിടത്തെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കൊള്ളാം. മിലിറ്ററിയിൽ എങ്ങാൻ ഒരു നേഴ്സ് ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയാൽ പണിഷ്മെന്റ് ഉറപ്പാ. അറിയാമല്ലോ. പിന്നെ മേഴ്സി, എന്താ ഇവിടെ നിൽക്കുന്നേ? രൂപ കിട്ടി. ആര് തന്നു? അതൊക്കെ സംഘടിപ്പിച്ചു. നാൻസി ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വിളിച്ചോണ്ടിരാൻ പോവാ. അത് വേണോ?
എന്തായാലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നാളെ അഡ്മിറ്റ് ചെയ്യാൻ നോക്കൂ. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ അഡ്മിറ്റ് ചെയ്യുന്നതല്ലേ ബുദ്ധി. പക്ഷേ അവിടുന്ന് ഉടനെ കൊണ്ടുവന്നേ പറ്റൂ, അല്ലെങ്കിൽ ചിലപ്പോൾ കുഴപ്പമാവും. എന്ത് കുഴപ്പം? അല്ല, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഇന്നൊരു ദിവസം അവൾ എന്റെ കൂടെ നിൽക്കട്ടെ. വെറുതെ മണ്ടത്തരം കാണിക്കരുത്. വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി പെട്ടെന്ന് ട്രെയിനെങ്ങാനും വന്നാ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ നാളെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് പ്രശ്നം? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മാസത്തിൽ 2 പ്രാവശ്യം ഡോക്ടർ ഫെർണാണ്ടസ് ഇവിടെ വരും. അദ്ദേഹം വരുമ്പോ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് കൺസൾട്ട് ചെയ്തപ്പോഴേ ഡോക്ടർ പറഞ്ഞിരുന്നു. ആ, അപ്പൊ അറിയാലോ. ഈ വിസിറ്റ് കഴിഞ്ഞാ പിന്നെ അടുത്ത മാസം 12-ാം തീയതി ഡോക്ടർ വരും. അതുവരെ ഓപ്പറേഷൻ നീട്ടിക്കൊണ്ടു പോകുന്നത് റിസ്ക് ആണെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ടെൻഷൻ ആവാണ്ടിരിക്കേ, ഒക്കെ ശരിയാവും. അയ്യോ പാവം, ഇതിന്റെ മുഖം കണ്ടാൽ അറിയാം. അതിപ്പോ ആരുടെ മുഖം കണ്ടാലും സാർ അറിയാത്തത്? സാധു കുട്ടിയാ. ഫോട്ടോ കണ്ടാൽ തലയ്ക്ക് അസുഖമുള്ള കുട്ടിയാണെന്ന് പറയാനേ പറ്റില്ല. സാർ, അത് എക്സ്റേ നോക്കിയാലേ പറയാൻ പറ്റൂ. തന്റെ കളിത്തമാശ എന്നോട് വേണ്ട. ഞാൻ എന്താ SP ആണെന്ന് വിചാരിച്ചോ? ഒന്ന് പതുക്കെ പറ സാറേ. അതൊക്കെയല്ലേ ഞാൻ പറഞ്ഞത്. അതെ അതെ, ഏത് നേരത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ് ചാടിക്കരിഞ്ഞോട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. വന്നാലെന്നാ എന്നെ അങ്ങോട്ട് തിന്നോ? പേടിപ്പിക്കില്ലേ? വരുന്നു. ഇന്നലെ തുടങ്ങിയതാ, നല്ല പനിയുണ്ട്. ഒഴുകി തിന്നാൻ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ഇപ്പൊ കുറവുണ്ട്. നോട്ട്സൺസ്, അതല്ല ചോദിച്ചത്. കേസ് അന്വേഷണം എന്താ ഇത്? സാറ് കയറി വന്നപ്പോ തരാൻ മറന്നുപോയി. എന്ത്? ഇതെന്നെ പറ്റുന്ന സാർ, ഫോട്ടോയിലെ പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏത് ഫോട്ടോ? തട്ടിപ്പറിച്ചവന്റെ പേഴ്സിൽ നിന്ന് കിട്ടിയ ഫോട്ടോ. വെരി ഗുഡ്. സാറ് വിചാരിക്കുന്നത് പോലെ അത്ര നല്ല വിവരങ്ങളൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. സിറ്റിസൺ ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള 18 വയസ്സോളം പ്രായം വരുന്ന ഒരു തൊട്ടാവാടി പെൺകുട്ടിയാണ്. തൊട്ടാവാടിയാണെന്ന് തനിക്കെങ്ങനെ അറിയാം? അത് കണ്ടാൽ അറിഞ്ഞൂടെ സാർ? എടോ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക. തൊട്ടാൽ വാടും എന്ന് കരുതുന്ന പലരും തൊടുന്നതിന് മുമ്പേ കടിക്കുന്നവരാണ്. സാർ, Yes, proceed. പേര് നാൻസി പെരേര എന്നൊരു ചെറുപ്പക്കാരനാണ് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞ് അയാളും ഡോക്ടറുമായിട്ടൊന്ന് ഉടക്കി. ഡിസ്ചാർജ് ചെയ്ത് പേഷ്യന്റിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചു ചെന്നിട്ടില്ല. ഓ, I see. ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, താൻ പറ. ആശുപത്രി ബില്ല് കെട്ടാനുള്ള പണം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആ പാവം ഇതൊക്കെ ചെയ്തത്. പാവോ? സാഹചര്യങ്ങളാണല്ലോ സാർ മനുഷ്യനെ പോലീസും മൃഗങ്ങളും ഒക്കെ ആക്കി മാറ്റുന്നത്. എടോ, വിട്ടിത്തരം പറയരുത്. ഈ പെരേര എന്ന് പറയുന്ന കക്ഷി ഹോസ്പിറ്റലിൽ എത്തിയാൽ അവനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടോ? സോറി സാർ, ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. നോൺസെൻസ്. അവൻ അവിടെ എത്തിയാൽ ഉടൻ തടഞ്ഞു വെക്കാനുള്ള മെസ്സേജ് ഹോസ്പിറ്റലിൽ കൂടെ. യെസ് സർ. ഹലോ, സിറ്റിസൺ ഹോസ്പിറ്റലാണോ? എന്ത്? ഹെയർ കട്ടിംഗ് സലൂണോ? സോറി, റോങ് നമ്പർ. ഹെയർ കട്ടിംഗ് സലൂണാണ്. ഹലോ ഹലോ, ഹെയർ കട്ടിംഗ് സിറ്റിസൺ ഹോസ്പിറ്റലാണോ? അതെ, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ബാലേന്ദ്രനാണ് സംസാരിക്കുന്നത്. ബാലേന്ദ്രൻ? ഏത് ബാലേന്ദ്രൻ? നിങ്ങൾ ആരാ? ഞാൻ ആരാണ്? ഞാൻ ഐജിയാ. സാർ, ഹോസ്പിറ്റലിൽ നിന്ന് IG പിടിക്കണു. സാർ, ഞാൻ SP ശ്രീകണ്ഠൻ നായരാ. ശ്രീകണ്ഠൻ നായര? ശ്രീകണ്ഠൻ നായരല്ല, ഇനി മണികണ്ഠൻ നായരായ എനിക്കെന്താണോ? സാർ, എന്താണ് സാർ? ഒരാൾ പോകട്ടും പോടാ, ഇന്ന് ഭൂമിയിൽ നിലയായി வாழ்ந்தവൻ യാരടാ. ഛീ! എടോ, സംതിങ് റോങ്. താൻ ഹോസ്പിറ്റലിലേക്ക് വെക്കൂ, ഞാൻ ട്രൈ ചെയ്തോളാം. ആ, എവിടെ പോവാന്? ഒരാളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരണം. ഏത് ആശുപത്രി? സിറ്റിസൺ. കയറി. ഓ, ഛേ. നാൻസി, വാ. Stupids. ഹലോ, യെസ്. ഒന്നും പേടിക്കണ്ട, ഡോക്ടർ ഫെർണാണ്ടസ് നാളെ എത്തും. അവിടുത്തെ കാര്യങ്ങളൊക്കെ മേഴ്സി ഏറ്റിട്ടുണ്ട്. സിസ്റ്റർ, നമ്പർ 8 പേഷ്യന്റ് കൊണ്ടുപോയോ? ഇത് ഇപ്പൊ കൊണ്ടുവരുള്ളൂ. എന്താ?
Come on.